ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 6 ചുണ്ടൻ വള്ളങ്ങളും 2 ചെറുവള്ളങ്ങളും അടക്കം 8 കളിവള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. ജലോത്സവത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ശനിയാഴ്ചയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുക. 6 ചുണ്ടൻ വള്ളങ്ങളും വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിലെ 2 വള്ളങ്ങളും ഉൾപ്പെടെ 8 കളിവള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. ആചാരാനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന മത്സര വള്ളംകളി എന്ന പ്രത്യേകതയും മൂലം ജലോത്സവത്തിനുണ്ട്. വള്ളംകളിയെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. വെള്ളിയാഴ്ച സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നിരവധി ജലോത്സവ പ്രേമികളാണ് പങ്കെടുത്തത്. വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ ചമ്പക്കുളം കൊച്ചുപള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പടിപ്പുരയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം ഘോഷയാത്ര സമാപിച്ചു. സമാപന സമ്മേളനം മുൻ MLA KK ഷാജു ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ സമയമാണ് നമുക്ക് ലഭിച്ചത്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് 1-ാം തീയതിക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്താൻ കഴിയുന്നത്. പിന്നീട് 22-ാം തീയതി വള്ളംകളി, അങ്ങനെ 20 ദിവസം മാത്രമാണ് ഇതിനുവേണ്ടി നമുക്ക് കിട്ടിയത്. അത് നല്ലൊരു സ്പോൺസറെ കണ്ടെത്തുന്നതിന് മറ്റ് തരത്തിലുള്ള പണസമാഹരണത്തിനൊക്കെ ഈ കാലവിളംബം നമുക്ക് വലിയ തടസ്സമായി വന്നു. ഒരു വിധത്തിലെല്ലാം നമ്മൾ ഒപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഇതിലെ വലിയ സാഹിത്യകാരന്മാരെയും അതുപോലെയുള്ള ആളുകളെല്ലാം പങ്കെടുത്തു. സമ്മേളനത്തിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷയായി. ജോസ് കാവനാട്, AV മുരളി, ജോസഫ് വല്യാക്കൽ, അജിത് പിഷാരത്, ജയപ്രകാശ് കിടങ്ങറ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് മുന്നോടിയായി മൂലം പൈതൃക സമിതി സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ വിഗ്രഹ രഥഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. വെള്ളിയാഴ്ച രാവിലെ കുറിച്ചി കരിങ്കുളം കൃഷ്ണൻകുന്ന് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച രഥഘോഷയാത്ര അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സമാപിച്ചു. ഏറെ ആദരവോടെ എല്ലാ ഭക്തജനങ്ങളും ഭഗവാനെ നിറഞ്ഞ ആദരവോടുകൂടി, നിറഞ്ഞ ഭക്തിയോടുകൂടി, അത്യാദരപൂർവം നാമജപ ലഹരിയോടുകൂടി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ആനന്ദ ലഹരിയായി. അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവം. കോട്ടയം കുറിച്ചി ദേശത്ത് നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കളിവള്ളത്തിൽ കൊണ്ടുപോകും വഴി ചമ്പക്കുളം മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഇറക്കി വെച്ച് ഉച്ചപൂജയും വള്ളസദ്യയും നടത്തിയെന്നും തുടർന്ന് പമ്പയാറ്റിലൂടെ ഘോഷയാത്രയായി അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. ഇതിന്റെ സ്മരണ നിലനിർത്തുന്നതിനായാണ് ചമ്പക്കുളം മൂലം പൈതൃക സമിതി ആണ്ടുതോറും ശ്രീകൃഷ്ണ വിഗ്രഹ രഥഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. കുറിച്ചി കരിങ്കുളം കൃഷ്ണൻകുന്ന് ക്ഷേത്രത്തിൽ നിന്നും വെള്ളിയാഴ്ച രാവിലെ 7-ന് ആരംഭിച്ച രഥഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് 12 മണിയോടെ ചമ്പക്കുളം മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മങ്കൊമ്പ് തെക്കേക്കര അയ്യപ്പ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ രഥഘോഷയാത്രയെ വരവേറ്റു. ഭാരവാഹികളായ ഗോപകുമാർ, വേണുഗോപാൽ, സന്തോഷ് കുമാർ, സുധാകരൻ, മുരളീധരൻ പിള്ള, ബിന്ദു തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ചമ്പക്കുളം മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പൂത്താലങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. രാജപ്രതിനിധി ബ്രഹ്മശ്രീ നാരായണൻ ഭട്ടതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് വിഭവസമൃദ്ധമായ വള്ളസദ്യ നടന്നു. ഉച്ചകഴിഞ്ഞ് 2-ന് പുനരാരംഭിച്ച രഥഘോഷയാത്ര വൈകിട്ട് 5:30ഓടെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് വിഗ്രഹ സമർപ്പണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, പൈതൃക സമിതി ഭാരവാഹികളായ KB രാജഗോപാലൻ നായർ, സജയൻ ചമ്പക്കുളം, രതീഷ് ചമ്പക്കുളം, സുനീഷ് നെടുമുടി, PR ശിവശങ്കർ, KN രജനി, കുറിച്ചി കൃഷ്ണൻകുന്ന് പാർത്ഥസാരഥി ക്ഷേത്ര കാര്യദർശി PS ജയതിലകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഘോഷയാത്രയിലുടനീളം നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. 6 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മൂലം ജലോത്സവത്തിൽ പോരാട്ടത്തിനെത്തുന്നത്. പമ്പയാറ്റിലെ അവരുടെ പരിശീലന കാഴ്ചകളിലേക്ക്.
നടുഭാഗം പുത്തൻചുണ്ടൻ, ആയാപറമ്പ് പാണ്ടി പുത്തൻചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, ചെറുതന, ആയാപറമ്പ് വലിയ ദിവാഞ്ചി, സെന്റ് ജോർജ് എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. ജലോത്സവ പ്രേമികളായ പഴയ തലമുറയും പുതിയ തലമുറയും ആവേശത്തിലാണ്. കുട്ടനാട്ടുകാരെന്ന് പറയാൻ അതുപോലെ താളത്തിൽ ഈ ഓളങ്ങൾ പൊങ്ങിയും താന്നും വരുന്ന രീതിയിൽ അത് ആ ഉണ്ടാക്കിയിരിക്കുന്ന ജലമേളയുടെ പാട്ട് നമ്മുടെ എല്ലാവരുടെയും സിരകളിൽ അലിഞ്ഞേർന്നിരിക്കുന്നതാണ്. നമുക്ക് പോലും ഇല്ലാത്ത പിന്നെ സിരകളിൽ അലിഞ്ഞാണ് ജവഹർലാൽ നെഹ്റുവിന് നടുഭാഗത്ത് കയറിയത്. അങ്ങനെയാണല്ലോ പുള്ളി ആ പ്രശസ്ത കപ്പ് കൊണ്ട് ഉള്ള ഓൺ ഹാൻഡ് റൈറ്റിംഗ് ടു ദ വിന്നർ ഓഫ് ദ ബോട്ട് റേസ് വിച്ച് ദ യൂണിക് കമ്മ്യൂണിറ്റി ഓഫ് ദ ട്രാവലർ കൊച്ചിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരും കൊടുക്കുന്ന കപ്പ് ബ്രിട്ടീഷാണ്, അത് വെള്ളിയാണ്. അത് വെള്ളിയൊന്നും അല്ല, അതേ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഈ കപ്പിൽ കോടി കൊടുത്താൽ നമുക്ക് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ അത് ലോകം മുഴുവൻ നമ്മുടെ ഡ്രാഗൺ ബോട്ട് റേസിനേക്കാളും വലിയ കളിയായി ആരൊക്കെ നെഹ്റു ബോട്ട് റേസ്. അപ്പോൾ ലോകത്തിൽ ഭൂപടത്തിൽ നമുക്ക് ആലപ്പുഴയ്ക്ക് സ്ഥാനം നേടിക്കൊടുത്ത ഈ വള്ളംകളിയാണ്. നമ്മുടെ എല്ലാ സിരകളിലെയും രക്തത്തിൽ അഴിഞ്ഞിരിക്കുന്നതാണോ ഇപ്പം നിൽക്കുന്നുണ്ട്. പല വള്ളങ്ങൾ ഇപ്പോഴേ തന്നിരിക്കുന്നത് മൂലം വള്ളങ്ങൾ. ഇവിടെ നിന്ന് വേറെ നിസ്സാരമായ ബോണസ് കൊണ്ടൊന്നുമല്ല കളിക്കാൻ വന്നിരിക്കുന്നത്. കോടികളെ പഴയ കളിയൊന്നുമല്ല കളിക്കുന്നത്. ഇപ്പോൾ ഓരോ ടീം എന്ന് പറഞ്ഞാൽ 10-80 പേരിടത്തിനും ഓരോ ടീമും വ്യക്തിപരമായ അത്ലറ്റ്സാണ്, വ്യക്തിഗതമാണ്. അവർക്കൊരു കോച്ചുണ്ട്, നമ്മുടെ നമ്പ്യാരനെ പോലെ ഉഷയുടെ, അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. മറ്റെല്ലാ സജ്ജീകളും കൂടി കോടികളും മുടക്കി കളിക്കാൻ പറ്റും. അല്ല കിട്ടുന്ന കാശ് കാണില്ല. അത് നമ്മൾ ഒരു വിന്നർ ആകുന്നത് കാണില്ല. നമ്മുടെ ജീവിതത്തിലൊരു സാഹചര്യമാണ്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, യോഗ നമ്മൾ നിത്യവും അഭ്യസിക്കുക വഴി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ആധുനിക വൈദ്യശാസ്ത്രം നമ്മുടെ മാനസിക ശാരീരിക ഉന്മേഷത്തിന് യോഗ ഒരു പ്രധാന ഘടകമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രാജേഷ്, കൗൺസിലർമാരായ സ്മിത സുനിൽ, പ്രസന്നകുമാരി ടീച്ചർ, ക്ലീൻ സിറ്റി മാനേജർ NS ഷൈൻ, ഡോക്ടർ ബിന്ദുശ്രീ, ഡോക്ടർ രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഹോമിയോ ആശുപത്രിയിലെ യോഗ ട്രെയിനർ റോസമ്മ കുര്യൻ യോഗ പരിശീലനം നൽകി. BJP ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ചെങ്ങന്നൂരിൽ നടന്ന പരിപാടി BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് അധ്യക്ഷനായി. അനീഷ് മുളക്കഴ, സജു ഇടക്കല്ലിൽ, KG കർത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്ന ശിവഗംഗ ഓഡിറ്റോറിയത്തിലായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനാചരണം. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത്, മധ്യമേഖല ഉപാധ്യക്ഷൻ MP കൃഷ്ണകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MP രാജഗോപാൽ, ധീരസിംഹൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ പായിപ്പാട്, മഹേഷ് പൈ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടനാട്ടിലെ വിവിധ സ്കൂളുകളിലും യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ചേന്നഗിരി ദേവമാതാ ഹൈസ്കൂളിൽ കനോയിങ്, കയാക്കിംഗ് പരിശീലിക്കുന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മാസ് ഡ്രിൽ ശ്രദ്ധേയമായി.
മാസ് ഡ്രില്ലിന് ശേഷം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ് കേഡറ്റുകൾ വിദ്യാലയാങ്കണത്തിൽ അണിനിരന്ന വിവിധ യോഗാഭ്യാസ മുറകൾ അവതരിപ്പിച്ചു. കായികാധ്യാപകൻ എൻ പ്രദീപ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ജോസഫ് ചാക്കോ, ദീപ ജോസഫ്, സോജൻ ചാക്കോ, സിസ്റ്റർ ട്രൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. തലവടി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നടന്ന യോഗാ ദിനാചരണ പരിപാടി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു. ആനപ്രമ്പൽ ദേവസ്വം UP സ്കൂൾ, തലവടി ഗവൺമെന്റ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്ന യോഗാ ദിനാചരണം ശ്രദ്ധേയമായി. ആനപ്രമ്പൽ UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് വിജയലേഖ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ശരൺ, ഗീതു, കൃഷ്ണകുമാർ, നീതു എന്നിവർ നേതൃത്വം നൽകി. മാധ്യമപ്രവർത്തകനും യോഗ ആചാര്യനുമായ രംഗനാഥ് കൃഷ്ണ യോഗ ക്ലാസ് നയിച്ചു. ഈ കൈകൾ നേരെയാവണം, മെല്ലെ താഴേക്ക് വരണം, പതിയെ നേരെ മേലോട്ട് പോയത് എങ്ങനെയാണോ അതുപോലെ താഴേക്ക് വരണം. 3, 4, 1, 2, 3, 4. യോഗാ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യമുള്ള ശരീരവും മനസ്സുമുള്ള തലമുറയെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എടത്വ സെന്റ് മേരീസ് LP സ്കൂളിൽ യോഗ ക്ലാസ് ആരംഭിച്ചു. പ്രധാനാധ്യാപിക ത്രേസ്യാമ്മ ജോസഫിന്റെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ സ്കൂൾ അധ്യാപിക ലിനി ലൂയിസ് സ്കൂളിലെ 1 മുതൽ 4 വരെയുള്ള 184 കുട്ടികളെയും ഉൾപ്പെടുത്തി യോഗയുടെ പ്രാഥമിക ക്ലാസുകൾ നൽകി. വരുന്ന അധ്യയന വർഷത്തിൽ ആഴ്ചയിലൊരിക്കൽ കുട്ടികളെ യോഗ പരിശീലിപ്പിക്കാനാണ് തീരുമാനം. ചമ്പക്കുളം സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം ശ്രദ്ധേയമായി. NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി. ഒരു 10 സെക്കൻഡ് മക്കള് പഴയതുപോലെ അതേ കുട്ടിയുടെ മധ്യഭാഗത്തായിട്ട് കേൾക്കുക. ശ്വാസം കുട്ടിയുടെ ഉള്ളിലേക്ക് വിടുക. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം സ്കൂൾ മാനേജർ ഫാദർ ഗ്രിഗറി ഓണംകുളം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായിട്ടും എക്സർസൈസ് എന്നതിനേക്കാളുപരിയായിട്ട് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള എക്സർസൈസ് ആണിത്. അതിനേക്കാളുപരിയായിട്ട് ആത്മീയമായിട്ടുള്ള ശക്തി ആർജിക്കാൻ വേണ്ടിയുള്ള ഒരു യോഗയാണ്. ഇതൊരു എക്സർസൈസ് അല്ല. യോഗ മനസ്സിലാക്കേണ്ടതാണ്. യോഗയോടൊപ്പം നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം സോഫിയമ്മ മാത്യു അധ്യക്ഷയായിരുന്നു. ഹെഡ്മാസ്റ്റർ പ്രകാശ് J. തോമസ് യോഗാ ദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ബിജു മൂലങ്കുന്നം, ഫിലിപ്പോസ് തത്തമ്പള്ളി, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കൃത അധ്യാപകനും യോഗ ആചാര്യനുമായ ചാക്കോച്ചൻ J. മെതിക്കളം യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. പുളിങ്കുന്ന് ജങ്കാർ സർവീസ് പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കുട്ടനാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം R. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാൻ സൗകര്യമുണ്ടായിരുന്ന ജങ്കാർ 3 ആഴ്ചക്കാലമായി നിർത്തിവെച്ചിരിക്കുന്നു. അതേ സംബന്ധിച്ച് ഒരു തരത്തിലും അതൊരു പ്രതീക്ഷ നൽകാത്ത തരത്തിലേക്ക് അതിൻ്റെ സംഭവവാസങ്ങൾ മാറിപ്പോകുന്നത് അധ്യക്ഷൻ പറഞ്ഞു. ആരാണിപ്പോൾ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പാണ് ഇതേവരെ അത് നടത്തിയിരുന്നതെന്ന് പറയുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഇതിൻ്റെ കരാറുകാരന് യഥാസമയം പണം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം ജങ്കാർ മുടക്കിയിട്ടിരിക്കുന്നു. ഈ ജങ്കാർ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി സഖാവ് TJ ആഞ്ചലോസ്,
ഈ ജങ്കാർ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ജങ്കാറിന്റെ ആവശ്യകത അത് മറ്റാരേക്കാൾ കൂടുതൽ അറിയാവുന്ന ഈ നാട്ടിൽ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി CPI സമരരംഗത്ത് വന്നിട്ടുള്ളൂ. പുളിങ്ങുന്ന് റോഡുമുക്കിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം M. സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV ജയപ്രകാശ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R. രാജേന്ദ്രകുമാർ, PV സുനോസ്, K. കമലാദേവി, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ AK ആനന്ദൻ, തോമസ് ജോസഫ്, ചിക്കു, വേണുഗോപാൽ, ശൈലജ കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. SFI പ്രവർത്തകർ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ബാരിക്കേഡ് ചാടിക്കടന്ന് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയ NDA നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. SFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് മാർച്ച് ആരംഭിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. എന്നാൽ മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും നേരിയ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. ഇവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ബലപ്രയോഗത്തിനിടെ നേരിയ സംഘർഷവുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് വാനിലേക്ക് കയറ്റുന്നതിനിടെ വാക്കുതർക്കവുമുണ്ടായി. SFI ജില്ലാ സെക്രട്ടറി M. ശിവപ്രസാദ്, പ്രസിഡന്റ് ജെഫിൻ സെബാസ്റ്റ്യൻ, വൈഭവ് ചാക്കോ, R. രഞ്ജിത്ത്, റോഷൻ, സൗരവ് സുരേഷ്, സൽമാൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ BAI ആലപ്പുഴ സെന്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കും. KC വേണുഗോപാൽ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് ആലപ്പുഴ പാൽമിറ മിൽഫോർഡ് ഹോട്ടലിലാണ് പരിപാടി. BAI ആലപ്പുഴ സെന്റർ ചെയർമാൻ ബിജോയ്സ് K. എബ്രഹാം അധ്യക്ഷത വഹിക്കും. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സംസ്ഥാന ചെയർമാൻ PN സുരേഷ് നേതൃത്വം നൽകും. ഷൈൻ ജോസഫ് ചെയർമാൻ, സുമേഷ് ചന്ദ്രദാസൻ സെക്രട്ടറി, ദീപക് ദിനേശൻ ട്രഷറർ, രാജേഷ് ചക്രപാണി വൈസ് ചെയർമാൻ, PG ഗോപിനാഥ് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് ചുമതലയേൽക്കുന്നത്. ചടങ്ങിൽ 2024-25 വർഷം BAI ആലപ്പുഴ സെന്റർ നടപ്പാക്കാൻ പോകുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നടക്കും. സംസ്ഥാനത്തെ 18 സെന്ററുകളിൽ നിന്നുള്ള അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ സെന്ററിൻ്റെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ നാളെ വൈകുന്നേരം 7 മണിക്ക് ആലപ്പുഴ പൽമിറ മിൽഫോർഡ് ഹോട്ടലിൽ വെച്ച് നടത്തുകയാണ്. ആലപ്പുഴയുടെ പ്രിയങ്കരനായ MP ശ്രീ KC വേണുഗോപാൽ ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. BAIയുടെ നിലവിലുള്ള ചെയർമാൻ ശ്രീ ബിജോയ്സ് K. എബ്രഹാം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ട എഞ്ചിനീയർ BAIയുടെ സംസ്ഥാന ചെയർമാൻ PN സുരേഷ് ഇൻസ്റ്റലേഷൻ നടപടികൾക്ക് നേതൃത്വം നൽകുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ അങ്ങോളമുള്ള BAIയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. നമുക്കറിയാം, നിർമ്മാണ മേഖല എപ്പോഴും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ച് പത്രപ്രവർത്തകരോട് ഞങ്ങൾ പരാതി പറയാറുള്ളതാണ്. പരാതി എന്നത് വളരെ യാഥാർത്ഥ്യമാണെന്നും നിങ്ങൾക്കറിയാം. കാരണം നിർമ്മാണ മേഖല എന്നും എപ്പോഴത്തെ പോലെ ഇപ്പോഴും കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ GDPയുടെ മുഖ്യ ഭാഗവും കണ്ടെത്തുന്നത് നിർമ്മാണ മേഖലയിൽ നിന്ന് ആണെന്ന് നമുക്കറിയാം. BAI ആലപ്പുഴ സെന്റർ നിയുക്ത ചെയർമാൻ ഷൈൻ ജോസഫ്, സുമേഷ് ചന്ദ്രദാസൻ, ദീപക് ദിനേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനാടിന്റെ കഥാകാരൻ തകഴി ശിവശങ്കരപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന തകഴിയിലെ ശങ്കരമംഗലം തറവാട്ടിലേക്ക് സാഹിത്യ തീർത്ഥയാത്ര നടത്തി വിദ്യാർത്ഥികൾ. പുളുങ്കുന്ന് സെയിൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപകർക്കൊപ്പം വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി തകഴി ശിവശങ്കരപിള്ള സ്മാരകം സന്ദർശിച്ചത്.
കുട്ടനാടൻ കാർഷിക സംസ്കൃതിയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിതവും ഇതിവൃത്തമാക്കി കഥകൾ പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മാരകം സന്ദർശിച്ചത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് പുളുങ്ങുന്ന സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്മാരകം സന്ദർശിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ പുസ്തകങ്ങളടങ്ങിയ ലൈബ്രറി, അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ, ഉപയോഗിച്ച വിവിധ വസ്തുക്കൾ എന്നിവ കുട്ടികൾ കണ്ടു. തകഴിയുടെ കൃതികൾ അവലോകനം ചെയ്തതും ശ്രദ്ധേയമായി. എന്നതിലുപരി ഒരു അച്ഛനും ഭർത്താവുമായിരുന്നു. പക്ഷേ അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പണത്തെ മാത്രമാണ്. അതിനുവേണ്ടി സ്വന്തം വാക്കു മാറ്റുന്നതിന് മടിയില്ല. ആ പണം തന്നെ അയാളുടെ മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. ഈ സിനിമയിലെ ഒരു ചെറിയ ഭാഗം നമുക്കായി അവതരിപ്പിക്കുന്നു 9 സിയിൽ നിന്നും അനൂപും അതുലും. പരിപാടികൾക്ക് അധ്യാപകരായ സനിൽ ജോസഫ്, സിസ്റ്റർ മേബിൾ CMC, പ്രിയ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ദീപിക ബാലസഖ്യം ചങ്ങനാശ്ശേരി മേഖലയുടെ നേതൃത്വത്തിൽ പായിപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. ദീപിക ഫ്രണ്ട്സ് ക്ലബ്ബ് സംസ്ഥാന സമിതി ജനറൽ സെക്രട്ടറി ആന്റണി തോമസ് മലയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. യമന സാഹിത്യം അല്ലെങ്കിൽ യമനർ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയാമോ? ഗ്രീക്ക് സാഹിത്യം. ആദ്യകാലത്തെ സാഹിത്യം ഉണ്ടായി വന്നത് യമന സാഹിത്യമാണ്. അപ്പം ആ യമന കഥയിലെ ഒരു പ്രമാദമായ കഥ എൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചപ്പോൾ കിട്ടിയത് എൻ്റെ മനസ്സിലേക്കുള്ളത്. അത് ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെന്താന്ന് വെച്ചാൽ, ഒരു പ്രഭു കുടുംബത്തിലെ പൃഥ്വി എന്ന് പറഞ്ഞ പ്രഭുവിന്റെ ഭാര്യ, അവർ രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിന് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അന്നൊക്കെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് VP ജയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വായനാ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. ദീപിക ബാലസഖ്യം ചങ്ങനാശ്ശേരി മേഖല ഓർഗനൈസർ ജോഷി കൊല്ലാപുരം SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ മെമന്റോ നൽകി അനുമോദിച്ചു. അലീന വായനാ ദിന സന്ദേശം നൽകി. അധ്യാപകരായ S മനോജ് കുമാർ, സീന ഏലിയാസ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.